അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലോപ്പായ വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര ഹൈപ്പിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് വെച്ചുകൊണ്ടിരുന്നു. മഴ കാരണം മൊത്തം തകർന്നടിഞ്ഞു പോയ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ പ്ലാനിങ് എല്ലാം തകർത്തെറിഞ്ഞ ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മണ്ടത്തരമാണ്. കാരണം സ്കൂള് അടച്ച് 2 മാസം ഉണ്ടായിരുന്നു. ആ 1 മാസം വെറുതെ കളഞ്ഞ് 2ാമത്തെ മാസം അവസാനം സ്കൂൾ തുറക്കുന്നതിന് 7 ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 1 മാസം മുമ്പേ ഇതൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അറിയാലോ, നമ്മൾ സാധാരണക്കാരാണ്. നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഈ ഒരു ഇതിൻ്റെയൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ നേരത്തെ എല്ലാ സാധനങ്ങളും മേടിക്കണം എന്നും പറഞ്ഞ് ഇരുന്ന് അവസാനം മെയ് മാസം ലാസ്റ്റ് വീക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അതോ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും മഴ എന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ലാത്ത മഴ. നമ്മൾ 9 മണിക്ക് റെഡി ആയിട്ടുണ്ടെങ്കിലും 10-11 മണി കഴിഞ്ഞു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ബസ്സിനൊക്കെ പോകുന്ന ആൾക്കാരാണ്, ബസ് ഓട്ടോയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഒരുമാതിരി മഴയൊക്കെ കുറഞ്ഞ സമയം നോക്കി ഞങ്ങൾ ബസ് വന്നു, ബസ്സിന് കയറി ഞങ്ങൾ പോന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ അടിമാലിയിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ എന്ത് ഷോപ്പിങ്ങിനും ഞങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിമാലിയാണ്. കാരണം എനിക്ക് അടിമാലി ഭയങ്കര കംഫർട്ടബിളാണ്. വേറെ കീരത്തോട്, ചേലച്ചോട്, ഈ ചെറുതോണിയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അടിമാലിയാണ് കേട്ടോ കംഫർട്ടബിൾ. അത് നമുക്ക് സാധനങ്ങളൊക്കെ കടകളൊക്കെ കയറി ഇറങ്ങാൻ എളുപ്പം അടിമാലിയിലാണ്. പിന്നെ നമ്മൾ അടിമാലി ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് എടുക്കുന്ന ഹൈ റേഞ്ച് എന്ന് പറഞ്ഞ കടയിലാണ് കേട്ടോ കയറിയത്. അവിടെ ആകുമ്പോൾ ബാഗ്, തുണി, ചെരുപ്പ്, ഈ വക അല്ലറ ചില്ലറ സാധനങ്ങളെല്ലാം തന്നെ കിട്ടും. ഞങ്ങൾ കടയ്ക്കകത്ത് കയറിയപ്പോഴത്തേനും നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കയറി ആദ്യമേ ചെന്ന് അപ്പൂസിന് ഓരോ ബാഗ് എടുത്തു. അപ്പൂസിന് മാത്രമേ നമ്മൾ ബാഗ് മേടിച്ചുള്ളൂ, അബിക്കുട്ടന് വേണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ലാസ്റ്റ് മന്താണ് നമ്മൾ അവൻ്റെ ഒരു അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാഗ് പോയതുകൊണ്ട് നമ്മൾ ബാഗ് മേടിച്ചത്. അതുകൊണ്ട് ഈ വർഷം അബിക്കുട്ടന് നമ്മൾ ബാഗ് മേടിച്ചില്ല, അപ്പൂസിന് മാത്രം നമ്മൾ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഇറങ്ങി വന്ന് 2 പേർക്കും പുതിയ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തു. എൻ്റെ പൊന്നു, ഇതൊക്കെ ഇരിക്കുന്ന മൊത്തം ലെഗിൻസും ഷാളും ഒക്കെയാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് വാരിക്കോരി എടുത്താലോ എന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് നോക്കണമല്ലോ. പിന്നെ ഷർട്ടൊന്നും നമ്മുടെ ഇഷ്ടത്തിനല്ല കേട്ടോ. ഈ പ്രാവശ്യം അവന്മാരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവന്മാർ ഈ തവണ എല്ലാ പ്രാവശ്യവും എടുക്കുന്ന മെറ്റീരിയൽ നമ്മൾ ഇച്ചിരി കൂടെ വെറൈറ്റി ആയിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവനെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഷർട്ടിൻ്റെ ഒക്കെ മെറ്റീരിയലാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടാൻ, കളർ ഇളകി പോകുന്ന ടൈപ്പല്ല. അല്ലാതെ നമ്മളെല്ലാ തവണ ഈ കോട്ടൺ ഒറ്റ കളറ് ചെക്ക് അതാണ് നോക്കാറ്. പക്ഷേ ഈ തവണ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം അപ്പൂസിനും അബിക്കുട്ടനും ഓരോ പാൻറ്റും ജീൻസും. പിന്നെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ചേച്ചിയുടെ മോളായിരുന്നു. അപ്പോൾ അവൾ കഴിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ അവളുടെ ബർത്ത്ഡേ. അപ്പോൾ അവൾക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അവിടെ തന്നെ നമ്മുടെ ബോക്സ്, കുപ്പി, പേന, പെൻസില് ബോക്സ് എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുപ്പിയൊന്നും നമ്മൾ മേടിച്ചില്ല, കാരണം ഇവന്മാർ വെള്ളം കൊണ്ടുപോകുന്നില്ല. വെള്ളം കൊണ്ടായാലും അത് അതേപടി അവന്മാർ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരാറാണ് പതിവ്. കാരണം സ്കൂളിൽ വെള്ളം കൊടുക്കുന്നുള്ളതുകൊണ്ട് അവിടെ എപ്പോഴും ചൂടാക്കി പിള്ളേർക്ക് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് കുപ്പി നമ്മൾ മേടിച്ചില്ല. അല്ലാതെ അപ്പൂസിന് ഒരു സ്പൈഡർമാൻ്റെ പടമുള്ള ഒരു ബോക്സ് മേടിച്ചു. എനിക്കതിനെക്കാട്ടിലും ഈ ഇരിക്കുന്ന ബോക്സായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ അവന്മാരാണല്ലോ കൊണ്ടുവരുന്നത്, അപ്പോൾ അവന്മാരുടെ ഇഷ്ടത്തിന് വേണമല്ലോ നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ അത് മേടിച്ചു കൊടുത്തു. അബിക്കുട്ടന് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആയിരുന്നു വേണ്ട, അതിവിടെ ഇല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ ചെരുപ്പ് സെക്ഷനിലേക്ക് ചെന്നു. 2 പേർക്കും ചെരുപ്പ് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഈ വക ചെരുപ്പുകളൊക്കെ എനിക്കിതൊക്കെ ഭയങ്കര ഒരു ക്രൈസാണ്. പക്ഷേ ഇതിപ്പോൾ അവന്മാരുടെ ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും മേടിച്ചില്ല. ഫുള്ള് പിള്ളേർ സെറ്റിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിനാണ് നമ്മൾ പോയത്. അത് കഴിഞ്ഞിട്ട് അവന്മാർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചെരുപ്പെന്ന് പറഞ്ഞ് എനിക്ക് എന്തോ ഈ വക ചെരുപ്പ് എനിക്ക് ഇഷ്ടമില്ല. എന്താ പ്രോപ്സോ അങ്ങനെ എന്താണ് പറയുന്നത്, ഇത് ഇടുമ്പോൾ ഭയങ്കര കംഫർട്ടാണ് അവർ പറയുന്നത്. ഈ തവണ 2 പേരും ആ സെയിം ചെരുപ്പാണ് കേട്ടോ എടുത്തത്. ഈ സാധനം ഇതിൻ്റെ പേരെന്താ, ക്രോക്സോ അങ്ങനെ എന്തോ. എനിക്കത് വലിയ താല്പര്യമില്ലാത്ത ചെരുപ്പാണ്. കാരണം വലിയ മോഡൽ വ്യത്യാസമൊന്നുമില്ല, പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ വെറൈറ്റി കളറൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് എന്തോ ഷൂ ഒക്കെ പോലെ ഭയങ്കര ഒരു ഇഷ്ടമായതുകൊണ്ട് അതങ്ങ് എടുത്തോളാൻ പറഞ്ഞ് ഷൂ മേടിക്കാമെന്നും പറഞ്ഞാൽ പോയേ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്മാർ ഒറ്റ കാലം ഇപ്പോൾ ഈ സാധനം മതി, ഈ സാധനം. പിന്നെ ഷൂ നമ്മൾ ലേസൊക്കെ ഉള്ളതാണ് മേടിക്കുന്നതെങ്കിൽ അതും ഇങ്ങനെ ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ അത് തന്നെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു.
അബിക്കുട്ടനും പ്രോപ്സാണ്. അബിക്കുട്ടൻ കഴിഞ്ഞ വർഷം എടുത്ത സെയിം സാധനം തന്നെയാണ് ഈ വർഷം എടുത്തത്, ഒരു മാറ്റവും ഇല്ല. ഞാൻ പറഞ്ഞു എടാ കളറെങ്കിലും നീ ചേഞ്ച് ചെയ്ത് എടുക്കുമെന്ന് പറഞ്ഞ് അതൊന്നും അവന്മാർക്ക് പറ്റത്തില്ല. പിന്നെ ഉള്ളത് പ്രോപ്സ് എന്ന് പറഞ്ഞപ്പോൾ ലേഡീസിനൊക്കെ പറ്റിയ നല്ല ഫ്ലവേഴ്സും അതൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു, അതൊന്നും ഞങ്ങൾ എടുത്തില്ല. പിന്നെ അത്യാവശ്യം ബാഗ്, കുട, ചെരുപ്പ് ഇവയൊക്കെ കാര്യങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ ഓടിയാണ് അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് കയറിയത്, നമുക്കറിയാവുന്നൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങളെല്ലാവരും ചിക്കൻ ബിരിയാണി കഴിച്ചു. സത്യം പറഞ്ഞാൽ കഴിച്ച് തീരാറായപ്പോഴാണ് ഞാൻ വീഡിയോയുടെ കാര്യം ഓർത്തതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കടകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. മഴ കാരണം ഒന്നും നടക്കൂലെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കില്ലായിരുന്നു. പിന്നെ അന്നേരം ഒന്ന് വീഡിയോ എടുക്കണം, കൂടെ പിള്ളേർ ഇവരെല്ലാം കൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് മഴയൊക്കെ ആയപ്പം വീഡിയോ എടുക്കൽ പോസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരിച്ചു പോരാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ വന്നിട്ടിരിക്കുകയാണ്. പിന്നെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കമ്മലൊന്ന് മാറിയായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇടയ്ക്ക് കയറി കമ്മലൊന്നും ചേഞ്ച് ചെയ്ത് മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ ഒരു വലിയ മഴ കഴിഞ്ഞ് അടുത്ത മഴയ്ക്കുള്ളൊരു കാരണം അപ്പുറത്തുനിന്ന് കണ്ട ആ മലയിൽനിന്നേ മഴ വരുന്ന ആ മൂടി വരുന്ന മൊത്തം മഴയാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തകർത്ത് പോയായിരുന്നു. പിന്നെ പെട്ടെന്ന് ബസ് വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. പിന്നെ ഞങ്ങൾ ഓടിപ്പോയി കയറിയായിരുന്നു കേട്ടോ. പിന്നെ പോയി ബസ്സിൽ കയറിയിരുന്ന് നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ചളിയാവാത്ത കുളമാകാത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന പ്രതീക്ഷയോടെ ഞാൻ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. ഞാനും ഇതിലോട്ട് ഫ്രണ്ടിലാണ് കേട്ടോ ഇരുന്നത്, ചേട്ടായും പിള്ളേരും ബാക്കിലായിരുന്നു. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ചളിയൊക്കെ അടിച്ചിരുന്ന് നേരെ വീട്ടിലേക്ക് പോന്നിട്ട്